ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയതാണ്. ബാലി കയറാത്ത ഒരു മല ഉണ്ട് അത്ര, ഞങ്ങൾ കയറാന്നുള്ള പരിപാടിയാണ്. എന്തായത് വെറുതെ പറയല്ല, ശരിക്കും പുരാണത്തിലുള്ള ബാലി കയറാൻ മല കയറാൻ തീരുമാനിച്ചിട്ടാണ് ഞാനും സെവിനും ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് ട്രക്കിങ് തുടങ്ങിയിരിക്കുന്നത്. വലിയ വലിയ കൽപ്പടകുകളുടെ അച്ഛോ, എന്താ പറയാനും കൂടി കിട്ടില്ല, രാവിലെ ആയതുകൊണ്ടാ തോന്നുന്നു. ഒരുപാട് കരിങ്കൽ പടവുകൾ അല്ലേ. ഇത് ഇപ്പോൾ മുകളിലേക്ക് കയറാൻ ചെറിയ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഒന്നുമില്ലാത്ത കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ കേട്ടോ. ആര് ബാലിയോ? ബാലിക്ക് കയറാൻ പറ്റില്ലല്ലോ, ബാലിക്ക് ശാപം കിട്ടും. ഈ മല കയറാൻ പാടില്ല. മല കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും, അതാണ് ശാപം. ശ്വാസം കിട്ടണില്ല. ചിലപ്പോൾ ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാനായിരിക്കും പ്ലാന്. അത് വെറുതെ ഒരു പേര് വരില്ല, വെറും വിശ്വാസം മാത്രമല്ല കേട്ടോ. ഇത് മുകളിലേക്ക് എത്തുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾ പോലും മരിച്ചു പോകും എന്നുള്ളൊരു സൂചന ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാവും ഇതിനെ ബാലി കയറാൻ മലയായിട്ട് പ്രഖ്യാപിച്ചത്. അതൊരു പഴയ സന്യാസി കേട്ടോ. ശരിക്കും പുരാണത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. രാമായണത്തിൽ ശബരി എന്നുള്ളൊരു ക്യാരക്ടറിനെ കേട്ടിട്ടുണ്ടോ സെവനെ? ഇല്ല. ശബരി ഈ കർണാടകയിലെ ഒരു ആദിവാസി യുവതിയായിരുന്നു, ഒരു ലേഡിയാണ്. അവരൊരു സന്യാസിനിയായിരുന്നു. ശ്രീരാമൻ ഇവിടെ വരും, അവർക്ക് അനുഗ്രഹം കൊടുക്കും. നോക്കി ഇതെന്നെ വെട്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പാക്കിയിരിക്കുക. ഒരു കാര്യങ്ങൾ എളുപ്പമാണ്. എടാ അങ്ങോട്ട് നോക്കടാ. അപ്പോൾ തലയിലേക്ക് ചാടി വീഴാം. ഓടോ, ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നോക്കിയടാ, ദൂരെ കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിൾ. നമ്മളെവിടെയുള്ളതെന്നറിയോ? ഹംപീൻ്റെ മുകളിലാണ് കേട്ടോ. അയ്യോ, നമ്മൾ കയറ്റം കയറി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങോട്ട് എങ്ങനെ കയറുക? ആകാശത്തൊക്കെ കയറാൻ വഴി ഉണ്ടോ? ഒരു വഴി ഉണ്ടാവും, എന്താ നല്ല വഴി ഉണ്ടാവും. ഒരു 10 മിനിറ്റ് നടന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഉയരാണിത്. അത് കുത്തനെ ഇങ്ങനെ മങ്കീസ് കയറും പോലെ അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് മുകളിൽ കയറണം. തടവൂർ മതി കുഴിയുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഇവിടൊക്കെ ബാലി പോയിട്ട് ഇവിടെ മനുഷ്യന്മാരൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ. ഹംപിയിലാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹംപിയിൽ ഒരുപാട് ഉയരത്തിലാണിത്. എന്താ ചെയ്യാ? ഇവിടെ വഴിയൊന്നും പറഞ്ഞാലും ആരുമില്ല കേട്ടോ. എടാ, ഞാൻ നിൽക്കുന്നത് വലിയൊരു കുഴീൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ആ കുഴി മൂടിയതാ ചെറിയ പാറ വെച്ചിട്ട്. എടാ, സ്റ്റെപ്പൊക്കെ കൊത്തിണ്ടാക്കിയത് ഇതൊക്കെ ആരോടോ? നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ അധ്വാനശീലരാണ് തോന്നുന്നുണ്ട് ഇവിടെ നാട്ടുകാർ. ആരോമാർക്ക് കിട്ടാം. ഇങ്ങനെയുള്ള ആരോമാർക്ക് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ കയറാൻ വിചാരിക്കുക കേട്ടോ. എടാ, ഈ കൊത്തി വെച്ചിട്ടില്ലെങ്കിൽ ഇതിന് മുകളിൽ കയറാൻ പറ്റൂല. കയറുമ്പോ ഇടതുവശത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. നല്ലൊരു കാഴ്ച കിട്ടി. നോക്കട്ടെ മേലെത്തട്ടെ. മേലെത്തിയാലാണ് കാഴ്ച കാണാൻ പറ്റുള്ളൂ. അമ്മ കാറ്റ്, നല്ല കാറ്റ് പിടിക്കണ്ടാ മുകളിലെത്തിയപ്പോ. സ്വർഗത്തേക്കുള്ള വഴിയാണ് തോന്നട്ടെ. അയ്വാ, സ്ലിപ്പായാൽ തീർന്നിട്ടാ. അവിടെ കാണുന്നത് ഹംപിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇതാ ഇവിടെ കാണുന്നത് ഹംപിയിലെ വിരുപക്ഷ ക്ഷേത്രം. ഇതിൻ്റെ ഇടയിൽ നിറച്ചും കുഞ്ഞു ക്ഷേത്രങ്ങൾ. എടാ, തുംഗഭദ്രയാണ് ആ ഒഴുകണേ. കാണുന്നുണ്ട്. വെള്ളം കുറവാല്ലേ ഇപ്പോൾ? വെള്ളം നല്ല നടന്നു പോവാലോ. തീരെ വെള്ളമില്ലാത്ത സമയം. എടാ, എന്താണ് ലോക്ക് ചെയ്തണ്ട? അങ്ങോട്ട് നോക്ക്. എടാ, ഒരു തോളം ഇവിടെ ഒന്ന് വേറെ കൂടെ. എടാ, ഇതെന്താ മനസ്സിലായാ? ഇല്ല. ഇതിന്റെ മുകളിലൊരു ടാങ്ക് ഉണ്ട്. അപ്പൊ ടാങ്കിൽ എങ്ങനെയാ വെള്ളം നിൽക്കുക? വെള്ളം നിർത്താനുള്ള അല്ല. ഇവിടെ നോക്ക്, ഇവിടെ വലിയൊരു കുഴിയുണ്ട്. ഞാൻ ആ കുഴിയിൽ ആണ് ഇറങ്ങി നിൽക്കണേ. എടാ, സെറ്റപ്പാണ്. ബാത്ത് ടബ് പോലെ ഇരിക്കൂലേ? യെസ്, ബാത്ത്. പക്ഷെ ഈ വെള്ളം ഇത് കൂടെ ഒഴുകൂലടാ. അത് അടച്ചു വെച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴുക്കി കളയാ. അപ്പൊ ഇതിൽ ആര് വെള്ളം കൊണ്ടുതരും? അതാ നോക്ക്, ഇവിടെ വെള്ളം ഉണ്ടാവും ഉറപ്പാണ്. അതാ പൈപ്പ് പോണ്. വെള്ളം ഉണ്ടാവും. വെള്ളമാണോ കറണ്ടാണോ അറിയില്ല. ഈ കേറിയത് അതുപോലെ ഇറങ്ങിക്കോ, വേണമെങ്കിൽ പോലെ എടുക്കാം. അപ്പൊ പുരാതനമായ ബാത്ത് ടബിൽ കുളിച്ചു. അവര് കുളിച്ചാട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. എടാ, എടുക്കോ
ഇവിടെ കുറച്ച് വെള്ളമുള്ള ഭാഗമുണ്ട്. തുങ്കഭദ്ര കേട്ടോ. പിന്നെ മോനെ ആരിത്? എപ്പോ വന്നു? സൂര്യേട്ടാ നിങ്ങളെപ്പോ ഒന്ന് അറിഞ്ഞില്ല, ആർക്കും അറിഞ്ഞില്ല കേട്ടോ. ഒരു അടിപൊളി സൂര്യോദയം അല്ലേ? ജീവിതത്തിൽ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് സൂര്യോദയം കാണുന്ന നോക്ക്. ഒരു തണുപ്പിന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിൽ കായാ ഇരിക്കുകയാണ്. എത്ര ആള് കൂടിയല്ലോ. ആള് കൂടിയല്ല, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ കുട്ടികൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പൊ അതോ അവിടെയൊക്കെ വലിയ ഫാമിലിയാ. ഓ മാൻ, എന്ത് രസാടോ. പേടിച്ചിട്ടൊക്കെ നടക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് കാല് തെറ്റിയാൽ താഴേക്കാൻ വീഴും. ഒരു കൊക്കയാണ് അവിടെ ഉള്ളത്. താഴെ നോക്കുമ്പോൾ അവിടെ വേറെ അമ്പലങ്ങൾ, ഒരുപാട് അമ്പലം ഉണ്ടല്ലോടാ. എന്താ ചെയ്യുന്നത്? ഈ മുകളിലേക്ക് കാരണം അവിടെ ഒരു ഗുഹ നോക്കേ. കണ്ട് എന്താ സംഭവം? ഒരു കരിങ്കല്ലുകൊണ്ട് ഒരു കട്ടിലുണ്ടാക്കിയല്ല, കല്ല് കളകണ്ട. ഇതിനുള്ളില് ഗുഹയാണ്. നമുക്ക് എവിടെ പോയാലും ഗുഹ കിട്ടുന്നുണ്ട്. സൂപ്പർ. എടാ ഇതിന്റെ ഉള്ളിൽ നിന്ന് സൂര്യോദയം കാണാം കറക്റ്റായിട്ട്. നോക്കട്ടെ, അവിടെയാണ് സൂര്യമാമൻ വരുന്നത്. വലിയ ഗുഹയാടാ. ചെറുതായിട്ട് വഴി തെറ്റി പോകുന്നുണ്ടോ സംശയം. ഇല്ലാണ്ട് പോന്നിട്ട് ഒന്നും കാണാനില്ലടാ. ഇരുട്ടാണല്ലേ. തിരിച്ചു വരുമ്പോ അപ്പഴേക്ക് വെളിച്ചം വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോ മുകളിലേക്ക് എന്തൊക്കെ പരിപാടി, എന്താ കവി ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങോട്ടാണ് നമ്മളങ്ങനെ കൊണ്ടുപോകണത്? പണ്ടത്തെ ആൾക്കാരുടെ ശീലാണ്. എന്തെങ്കിലും മുകളിൽ ഒരു സെറ്റപ്പ് കണ്ട അവിടെ കയറണവർക്ക് ഏറ്റവും മുകളിൽ കയറിയിരിക്കും. ഇവിടെ ശബരിയുടെ ആശ്രമമാണ് ഏറ്റവും മുകളില്. ശബരി രാമായണത്തിലെ ക്യാരക്ടറാണ്. ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഇവിടെയാണ് വന്നിട്ട് വനവാസ കാലത്ത് വിശ്രമിച്ചിരുന്നത്. സീതേനെ മോഷണം പോയിണ്ടായിരുന്നല്ലോ. സീതേനെ തേടി വരുന്ന വഴിക്ക് സീത ഉണ്ടോ, സീത ഇല്ലാതാണോ വന്നത് എനിക്ക് ഓർമ്മയില്ല. ഓ, അന്ന് നീ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഹനുമാൻ സീത ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാ എൻ്റെ ഒരു അനുമാനം. എന്താ സീതയ്ക്ക് ട്രക്കിങ് പറ്റൂലാണോ? സീതയ്ക്ക് ട്രക്കിങ് ചിലപ്പോൾ ഷൂ ഉണ്ടാവില്ല. മോനെ അതിൽ കഥ രസമാണ്. ശ്രീരാമനും ലക്ഷ്മണനും വന്നപ്പോൾ ശബരി അവർക്ക് ഞാവൽപ്പഴം പറിച്ചിട്ട് തിന്നാൻ കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യണമല്ലോ. ഞാവൽപ്പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ശബരി ശ്രീരാമന് കൊടുത്തറിയോ? ഒരു പഴം എടുക്കും, എന്നിട്ട് പകുതി കടിക്കും, എന്നിട്ട് ശ്രീരാമൻ്റെ വായിൽ വെച്ചു. എന്തിനാടാ? അതായത് ലക്ഷ്മണൻ ഇത് കണ്ടിട്ട് ഇതേ ചോദ്യം ചോദിച്ചു, അതെന്താ ഇപ്പം ഇങ്ങനെ ചെയ്യണമെന്ന്. അവരൊരു പെണ്ണായിരുന്നു. ആദിവാസി ശബരി പറഞ്ഞ പെണ്ണ. അതൊരു ആദിവാസി വനിതയായിരുന്നു. അവര് സന്യാസിയാണ് കേട്ടോ. അപ്പൊ അവര് ഒരു ഞാവൽപ്പഴത്തിന് പ്രത്യേകത ഉണ്ട്. ചിലത് പുളി ഉണ്ടാവും, ചിലത് മധുരം ഉണ്ടാവും. അപ്പോൾ ഓരോന്നും സ്വയം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് രാമന് കൊടുക്കണേ. ആ ഒരു ഭക്തി ഉണ്ടല്ലോ. പക്ഷെ അതിൽ വേറെ ഒന്നും അവർ കണ്ടില്ല. കാരണം ഭക്തിയും ദൈവവും ഒന്നാവണ ഒരു സന്ദർഭം. കാലി കറാമല്ല, ഞാനും സെവനും കൂടി കീഴടക്കി വന്നിട്ടുണ്ട്. വന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ശബരി ആശ്രമത്തിന് മുന്നിലാണ്. ഈ കല്ലൊന്നും ശബരി കൊണ്ടുവച്ചല്ല, ഇത് നമ്മളുടെ ഹംപിയിലെ വിജയരാജവംശം ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇത്രയും മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് വാച്ച് ടവറൊക്കെ ആയിരിക്കും സെവനെ. അവിടെ കുറഞ്ഞമാരിയിരിക്കണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹംപി മുഴുവൻ കാണട്ടോ. ദൂരെയാണ് തുങ്കഭദ്ര ഒഴുകി വരുന്നത്. ഇങ്ങനെ ഹംപിനെ തഴുകി ഒരു സൈഡിലേക്ക് ഒഴുകി പോകും. എന്തൊക്കെ ഈ ഹംപിയിലെ ഏറ്റവും ഉയരമുള്ള ഒരു ഭാഗമാണ് ഈ ശബരി ആശ്രമം. ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറാട്ടോ. ആശ്രമത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ മനോഹരമാണ്. നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ? പുറത്തേക്ക് കിടക്കാനുള്ള വഴിയുണ്ടല്ലേ ആ സൈഡ് കാണാൻ. ആ സൈഡ് ക്ലിഫാണ്. നല്ല കാറ്റ്. ഇവിടെ കുറച്ച് ഗ്രീനറി ആണല്ലേ. കൊടും കാറ്റ്. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലാട്ടോ. പക്ഷേ ഈ വെള്ള പെയിന്റ് അടിച്ചത് പിന്നെയാണ്. ഒരു 500 വർഷമെങ്കിലും വഴക്കുണ്ട്. ഈ കല്ലുകളൊന്നും താഴെ നിന്ന് കൊണ്ടുവന്നല്ല, ഇവിടെ ഉള്ള പാറ ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കിയതാണ്. എടാ ഈ കരിങ്കല്ലിന്റെ പാറയുടെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിരുന്നു. അത് ഞാൻ പിന്നീട് ചെയ്തതായി. അല്ല, ഇത് പിന്നീട് ചെയ്തതല്ല. ഇതുണ്ട്, അത് പഴയ സിമെന്റ് അല്ല, വേറെ മെറ്റീരിയൽ. നോക്കി വാ, ക്ലിഫാണ്. ഇവിടെ നിന്നാണ് ഹംപിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. കാറ്റ് കാറ്റ് കാറ്റ്.
ദൂരം നടക്കാനുണ്ട്. ഇതെന്താ? അയ്യ, ഒരുപാട് ഓപ്പണിംഗ് ഉണ്ടല്ലേ? അങ്ങോട്ട് പോവാ, ആ സൈഡിലോട്ട്. ഞാൻ നേരത്തെ കണ്ട മാതിരിയുള്ള വെള്ളം ശേഖരിച്ചേക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ല. കാരണം മഴക്കാലത്തെങ്കിലും അല്ലേ താഴ്ന്ന് വെള്ളം കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഇതിൽ ഒരുപാട് കാലം വെള്ളം കിടന്നതിന്റെ തെളിവുകളുണ്ട് കേട്ടോ. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ലീക്കേജ് ഒന്നും ഇല്ലാണ്ടല്ലേ? കരയാണ് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നോക്ക്, അത് എങ്ങോട്ടാണ് ഈ വഴി? 4 കല്ലിന്റെ മുകളിൽ ഇതൊരു കവാടം പോലല്ലേ? ആടാ, ഇവിടെ വന്നിട്ട് സൂര്യൻ എങ്ങനെ നോക്കിയിരിക്കുക. എത്ര നേരം വരെ ആകാ സൂര്യൻ. ഇവിടെ ഒന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇവിടെ ഇടത്തു കൂടെ ഇറങ്ങി പോകാൻ പറ്റുമോ? കൂടെ കേറിയാൽ മതിയായിരുന്നു. വെറുതെ നമ്മള് മലയൊക്കെ കേറി. 2 വഴിയുണ്ടല്ലേ? ഇങ്ങോട്ട് നോക്കടാ, ആ സാധനം. അത് ഒരു അമ്പലമാണ്. ഒരുപാട് അമ്പലമുണ്ട് ഇവിടെ. ആ കല്ല് നിൽക്കണൊക്കെ ഈ പാറ അതിന്റെ മുകളിലോട്ട് വേണം. അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇവര് രാവിലെ വന്നിട്ടോ. നമ്മളെക്കാളും നേരത്തെ ഇവിടുത്തെ ലോക്കൽസ് ആവും. ഈ പാറ നിൽക്കണൊക്കെ ആകാശത്ത് നിൽക്കണ പോലല്ലേ? മെല്ലെ 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 മെല്ലെ. ചാടല്ലേ ചാടല്ലേ. പക്ക ഏർന്ന് നിൽക്കണ പോലെയുണ്ട്. ഇവിടെ ഞെട്ടുകാലി വലക്ക പോലുള്ള സ്ഥലമാട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. കരിങ്കലിന്റെ തൂണുകള് അതിന്റെ ഇടയിൽ കൂടെ നല്ല സിമ്പിൾ ആയിട്ട് നടന്നു പോകും. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമുക്ക് നന്ദി ഇതിലേറ്റവും ഭംഗിയുള്ള പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. ഇവിടെ മുകളിലേക്ക് കയറാം. നമ്മള് അതിനുള്ള വഴി എവിടെയാ? ആ കിട്ടി 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 കിട്ടി. വാ, ഇങ്ങനെ ഒരു വഴി ഉണ്ട് ഇവിടെ നോക്കിയാ. ആ കൊരങ്ങന്മാര് ഇവിടെ ഉണ്ടോ? സ്റ്റെപ്പൊന്നും കയറണ്ടല്ലോ. അതിന്റെ മുകളിലെത്തി. ഞാനിങ്ങോട്ട് വരാം. കയറാൻ പറ്റൂല എന്നാ വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞ. മറ്റൊരു ദീപസ്തംഭം. ഇത് നമുക്ക് നാട്ടിൽ കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. ഇതിന്റെ മുകളിൽ കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കും. അപ്പൊ താഴെയുള്ള ആൾക്കാർക്ക് വരെ ഇവിടുത്തെ ഒരു വ്യൂ കിട്ടും. ഈ ലൊക്കേഷൻ തിരിച്ചറിയാം. ദൂരെന്ന് വല്ല യാത്രികരൊക്കെ വരുന്നുണ്ടെങ്കിലേ പുഴയില് തുഴയൊക്കെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാരുടെ പരിപാടികൾ. എടാ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹംപി ഫുള്ളായി കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ചവിട്ടി നിൽക്കുന്ന നമ്മൾ തൊട്ട് മുന്നേ നടന്ന ആ കൽമണ്ഡപത്തിന്റെ മുകളിലാണ്. അപ്പോ കൈയും കാലും വരയ്ക്കും വരെ. ഇതാണ് ഹംപിയടാ. ഒരു ഹംപി എന്നുള്ള രാജ്യം. ഇവിടെ ഒക്കെ ഫുള്ള് മലകളാ. ആ മലയുടെ നടുവിലാണ് ഈ സംഭവം. അത് ശ്രദ്ധിച്ചു നീ? അതെ അതെ. ഇവിടെ മലയില്ല. ഇവിടെ എന്താ മല ഇല്ലാതെ അറിയോ? ഇവിടുത്തെ മല മുഴുവൻ അമ്പലം ഉണ്ടാക്കി തീർന്നുണ്ടാവും. അത്ര അധികം അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയോ? ഈ തുംഗഭദ്ര പുഴയുടെ അപ്പുറത്തെ ഹംപി അല്ല, അതാണ് കിഷ്കിന്ധ, ബാലിയുടെ രാജ്യം. അപ്പൊ ബാപ്പ ഇതാരുടെ രാജ്യ? ഇത് സുഗ്രീവൻ ഒളിവില് വന്ന് ബാലിനെ പേടിച്ചിട്ട് രക്ഷയ്ക്ക് വന്ന സ്ഥലമാണ്. സുഗ്രീവനാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഈ പുഴ കടന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാലിന്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് ശാപം. എടാ ഇത്ര ഹൈറ്റിലാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ തല ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എത്ര ദൂരത്തേക്കൊക്കെ വരാൻ പറ്റുന്നത്. വാ, പിന്നെ മുകളിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലമാട്ടോ ഹംപി. വളരെ വൃത്തിയാണ്, സേഫാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരാളെ സഹായം വേണ്ട. ഓനെ തുംഗഭദ്ര ഡാമായിരിക്കും ചിലപ്പോൾ ദൂരെ കാണുന്നത്. അതിൻ്റെ റിസർവോയർ. ഹംപിയിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മട്ടങ്ങ ഹില്ല്, മട്ടങ്ങ ഹില്ല് നിർബന്ധമായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കുഴപ്പമില്ല. സൺസെറ്റ് ആയാലും സൺറൈസ് ആയാലും ഇവിടുന്ന് കാണാം. നമ്മൾ ഹംപിയുടെ ഓരോരോ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എല്ലാം കാണാം. ഈ ഏറ്റവും ഇടതുവശത്ത് കാണുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. പിന്നെ ആ വലിയ കാണുന്നതാണ് വിരുപക്ഷ ക്ഷേത്രം. അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ പുഴയുടെ തീരത്ത് തുംഗഭദ്രയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് കാൽനടയായിട്ട് നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുരാതനമായ പാതകളാണ്. പിന്നെ അപ്പുറത്ത് കിഷ്കിന്ധ, അവിടെയാണ് ബാലിയുടെ നാട്. അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ദൂരെ നിങ്ങൾക്ക് ഒരു പുരാതനമായിട്ടുള്ള പാലം കാണാം.
കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പാലം. അതിപ്പോൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയി, അതിന് തൂണുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു പുഷ്കരണി ഉണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ 50 രൂപയിലെ രഥം ഉണ്ടല്ലോ, കൽരഥം, അത് ആ ഭാഗത്താണ് കാണുന്നത്. എന്താ അവിടേക്കൊക്കെ ഒരു നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇവിടെ ഒറ്റ ഷോട്ടിൽ ഇതെല്ലാം കാണാം. ഹംപിയിലെ എല്ലാ കാഴ്ചകളും ഇതാ 360 ഡിഗ്രിയിൽ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുരിയ.